ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. യെശയ്യാ പ്രവചനം 58:11. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന്റെ ഏതൊരു അവസ്ഥയിലും അവന്റെ ആ തളിർപ്പാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്ത്, പലപ്പോഴും പല നിലകളിലുള്ളതാകുന്ന വരൾച്ച, വരണ്ട അവസ്ഥകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശത്രു കൊണ്ടയിടാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ എല്ലായ്പ്പോഴും നടത്തുന്നവനായ ഒരു ദൈവം വരണ്ട നിലത്ത് നിന്റെ വിശപ്പ് മാറ്റി. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷയുടെ നടുവിൽ ധാരാളം പുരുഷാരമോടെ കൂടി. എന്നാൽ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ ശിഷ്യന്മാരോട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ പറഞ്ഞു. അവര് ചില കണക്കുകളൊക്കെ കൂട്ടി പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ഏതാണ്ട് 5000 പേർക്ക് സമൃദ്ധിയായി ഭക്ഷിപ്പാൻ കൊടുത്തതിന് ശേഷം 12 കുട്ട നിറച്ചെടുത്ത് ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ, ആ മരുഭൂമി, ആ വരണ്ട നിലത്ത് ദൈവം കരുതിയ ആ കരുതൽ 5000 പുരുഷന്മാർക്ക് മാത്രമല്ല, അവിടെ കൂടിയ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഏതു വരൾച്ചയുടെ നടുവിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, ജീവിതത്തിൽ കരുതുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത്, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. അത് രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ്. ഇന്ന് അനേകരോട് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ പലവിധമാകുന്ന രോഗങ്ങൾ, ഒരാള് ഒരുപക്ഷെങ്കിൽ കിഡ്നി തകർന്ന് കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാകുന്ന അവസ്ഥ, കരൾ തകർന്ന് കരളില് ശസ്ത്രക്രിയ വേണം, ഹാർട്ട് തകർന്നിരിക്കുന്നു തുടങ്ങിയ അനുഭവങ്ങളിലൂടെ ദ്രവിച്ച് മരണത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനേകരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ദിവസവും ആശുപത്രികളിൽ കയറിയിറങ്ങുന്നു, യാതൊരു ശമനവുമില്ല. എന്നാൽ ഇവിടെ ഇതാ രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്നവനായ ഒരു ദൈവം. ഒരുപക്ഷെങ്കിൽ നാളിതേവരെ എത്ര ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത ആ രക്തസ്രാവ സ്ത്രീയെ പോലെ സകലതും വൈദ്യന്മാർക്ക് കൊടുത്ത് തകർന്നിരിക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവകുഞ്ഞിനോട് വിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിന്നെ സൗഖ്യമാക്കുന്ന, പൂർണ്ണമായി സൗഖ്യമാക്കുന്ന യഹോവ റാഫ കൂടിയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. അടുത്തത്, നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. നനവുള്ള തോട്ടം, നമുക്കറിയാം, നനവുള്ള ഒരു തോട്ടത്തിൽ മാത്രമേ അവിടുത്തെ വൃക്ഷങ്ങളാകട്ടെ സസ്യങ്ങളാകട്ടെ സമൃദ്ധമായിട്ട് വളരുകയുള്ളൂ. നനവില്ലാത്ത തോട്ടത്തിൽ നിൽക്കുന്ന ചെടികള്, വൃക്ഷങ്ങള്, അതിന് യാതൊരു ഫലവും പുറപ്പെടുവിക്കുവാനായിട്ടും സാധ്യമല്ല. ഈ നനവുള്ള തോട്ടം എന്ന് പറയുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്ന
ആ നന്മയാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. ആ കൂടാര പെരുന്നാൾ കഴിഞ്ഞ് അനേകർ നിരാശപ്പെട്ട് ദുഃഖിതരായി ഒക്കെ കടന്നു പോകുന്ന ആ അനുഭവം കണ്ടുകൊണ്ടാണ് കർത്താവ് അവിടെ അപ്രകാരം വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും പോയി ആശ്രയം അർപ്പിച്ചിട്ടും ഒരു വിടുതലുമില്ലാതെ പലയിടങ്ങളിലും നേർച്ചകൾ അർപ്പിച്ചു കാണും, പല ഉത്സവങ്ങളിലും പങ്കെടുത്ത് കാണും, പല പെരുന്നാളുകളിലും പങ്കെടുത്ത് കാണും. എന്നാൽ ഇതേവരെ യാതൊരു വിടുതലുമില്ലാതെ അലഞ്ഞു നടക്കുന്ന അനേകരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നീ കുടിക്കേണ്ടവനിൽ നിന്ന് കുടിച്ചു കഴിയുമ്പോൾ, നനയേണ്ടവനിൽ നിന്ന് നനഞ്ഞു കഴിയുമ്പോൾ നീ മനോഹരമായ ഒരു തോട്ടമായി മാറും. ആ തോട്ടത്തിലെ മനോഹരമായ ഒരു ഫലവൃക്ഷമായി മാറും എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനേകരുടെ കുടുംബമായ തോട്ടം തകർന്നു കിടക്കുന്നു, സഭയാം തോട്ടം തകർന്നു കിടക്കുന്നു. നാളിതേവരെ അധ്വാനിച്ചിട്ടും വിടുതൽ കാണാതെ, ആത്മാക്കളെ കാണാതെ ഭാരപ്പെട്ട് ഒരുപക്ഷെങ്കിൽ ഞരങ്ങുന്ന അനേകരുണ്ട്. എന്റെ പ്രായം കടന്നുപോയിരിക്കുന്നു, എന്റെ അസ്ഥികൾ ദ്രവിച്ചിരിക്കുന്നു, പഴയതുപോലെ എനിക്കിപ്പോൾ ആരോഗ്യമില്ല, എന്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശുശ്രൂഷയുടെ നടുവിലും വ്യാകുലപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി അടുത്തത് ഞാൻ മരണത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിരാശപ്പെടുന്ന ചിലരെയെങ്കിലും പ്രായത്തെ കണ്ട് ഭാരപ്പെടുന്ന പലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് പറയാണ്, ഇല്ല, നീ അങ്ങനെ ദ്രവിച്ച് ഇഞ്ചിഞ്ചായി തീരുവാനല്ല, നീ നനവുള്ള ഒരു തോട്ടം പോലെയായി തീരും. യഥാർത്ഥമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു ദൈവ പൈതലിന്റെയും മേഖലയെ അവൻ നനയ്ക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ നിന്റെ ബിസിനസ് തകർന്നു കിടക്കുകയായിരിക്കാം, മറ്റ് നന്മകൾ, അനുഗ്രഹങ്ങൾ തകർന്നു കിടക്കുകയായിരിക്കാം. എവിടെയും നനയ്ക്കുന്ന ഒരു കർത്താവ്, അതിനെ വീണ്ടും മനോഹരമായ ഒരു തോട്ടമാക്കി തീർക്കുന്ന അരുമനാഥന്റെ കരങ്ങളിൽ പൂർണ്ണമായി ആശ്രയിക്കൂ. പൂർണ്ണമായ ഒരു വിടുതൽ നൽകുവാൻ അവിടുന്ന് ശക്തനാണ്. അത് ഈ വാക്യങ്ങൾ പറയുന്നത് പോലെ പൂർണ്ണമായി നിന്നെ ഒരു സന്തുഷ്ടിയുള്ള അവസ്ഥയിലേക്ക്, എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരുവാൻ അത്രേ അരുമനാഥൻ കാൽവറി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി യാഗമായി തീർന്നത്. ആ കർത്താവിൽ പൂർണ്ണാശ്രയം അർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നടത്തിയിടുന്നു